തങ്കമണി എന്നത് ഒരു പെണ്ണിൻ്റെ പേരല്ല. ഇന്നും ചരിത്രത്തിൽ ചോരക്കറ ഉണങ്ങാത്ത ഒരു മുറിപ്പാടാണ് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമം. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഒരു മന്ത്രിസഭയെ തന്നെ അടിമുറി തകർത്തെറിഞ്ഞ സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു ഗ്രാമം. ദിലീപ് നായകനായ തങ്കമണി എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിലും മോഷൻ പോസ്റ്ററും ഒക്കെ പുറത്തു വന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലും സിനിമാ പ്രേമികൾക്കിടയിലും ചർച്ചയാവുകയാണ് തങ്കമണി. തങ്കമണി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മകളിൽ എന്നും ഒരു ഭീകരമായ അനുഭവമായി നിലനിൽക്കുന്ന ഒരു സംഭവമാണ് തങ്കമണി സംഭവം. അത് ഇന്നും ഒരു കറുത്ത ഏടായി നിലനിൽക്കുന്നു. മാത്രമല്ല, ഒരു മുന്നണിയുടെ ഭരണമാറ്റത്തിന് തന്നെ കാരണമാക്കിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വേദിയായ ഒരു സംഭവമാണ്. 1986 ഒക്ടോബർ 21 തങ്കമണിയിൽ ഒരു ബസ് സർവീസുമായി ഒരു തർക്കമുണ്ടാകുന്നത്. ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ, കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തങ്കമണി എന്ന ഗ്രാമത്തിലെത്താം. തികച്ചും അവികസിതമായിരുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് തങ്കമണി. നല്ല റോഡുകളില്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, യാത്രാ സൗകര്യങ്ങളും പരിമിതമാണ്. ആദ്യമായി തങ്കമണിയിൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് 1982 മൺവഴിയിലൂടെയായിരുന്നു യാത്ര. കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്കും തിരിച്ചും ചില ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. കട്ടപ്പന തങ്കമണി റൂട്ടിൽ പാറമട എന്ന സ്ഥലത്തിനു ശേഷം തങ്കമണിയിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. പൊടി പറത്തിയായിരുന്നു ബസ്സിൻ്റെ യാത്ര. അതുകൊണ്ട് തന്നെ മിക്ക ബസ്സുകളും പാറമട കഴിയുന്നതോടെ സർവീസ് അവസാനിപ്പിക്കും. റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാനോ റോഡ് യാത്രായോഗ്യമാക്കുവാനോ ടാറിംഗ് നടത്തുവാനോ ഒന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. തങ്കമണി വരെ ടിക്കറ്റ് എടുത്തിരുന്നവരും അവിടെ ഇറങ്ങി നടന്നു പോകണം. ഇതായിരുന്നു ബസ് ഉടമകളുടെയും ബസ് ജീവനക്കാരുടെയും അലിഖിത നിയമം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാടുമായി സ്നേഹിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ പാറമുട മുതൽ തങ്കമണി വരെയുള്ള റോഡിലെ കുറച്ച് കുഴികൾ നികത്തുകയും വണ്ടികൾ തങ്കമണിയിലെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ട് ചില വണ്ടികളൊക്കെ തങ്കമണി ടൗണിൽ എത്താനും തിരിച്ചു പോകാനും ഒക്കെ തുടങ്ങി. എന്നാൽ ചില ബസ്സുകൾ ഒന്നും അതിന് തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ഇതിനെതിരെ രംഗത്ത് വന്നു. ബസ് പാറമട എത്തിയപ്പോൾ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് ഇറങ്ങില്ലെന്നും തങ്കമണിയിലേക്ക് ബസ് പോകണമെന്നും ആവശ്യപ്പെട്ടു. ഇത് വലിയ തർക്കമാവുകയും തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ പിറ്റേ ദിവസം ബസ് പിടിച്ചെടുത്ത് തങ്കമണി ടൗണിലേക്ക് കൊണ്ടുവന്നു. ബസ്സിൻ്റെ മുതലാളി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നതായിരുന്നു തങ്കമണിയിലെ നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ആ കാലത്തെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിരുന്ന ദേവസ്യയുടെ ഉടമസ്ഥതയിലുള്ള ബസ്സായിരുന്നു അത്. മുതലാളിയായ ദേവസ്യ നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ കട്ടപ്പനയിൽ നിന്ന് പോലീസിനെ കൊണ്ടുവന്ന് ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. തങ്കമണിയിലെത്തിയ പോലീസുകാരുടെ ഇടപെടലിൽ നാട്ടുകാർ രോഷാകുലരായി. പോലീസുകാർ നാട്ടുകാർക്കെതിരെ ലാത്തി വീശിയപ്പോൾ അവർ പോലീസിനെതിരെ കല്ലെറിഞ്ഞു. തങ്കമണിയിൽ നിന്നും കാമാക്ഷിയിലേക്കുള്ള മോശമായ വഴിയിലൂടെ ജീപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിനെ നാട്ടുകാർ പിന്തുടർന്ന് കല്ലെറിഞ്ഞു. ശക്തമായ കല്ലേറിൽ പിന്തിരിഞ്ഞോടേണ്ടി വന്നത് പോലീസുകാർക്കിടയിൽ വലിയ ക്ഷീണമുണ്ടാക്കി. ഈ സംഭവം തങ്കമണി ഗ്രാമത്തോടും ഗ്രാമത്തിലെ ജനങ്ങളോടും ഒക്കെ ഒരു തരം വൈരാഗ്യബുദ്ധി പോലീസുകാർക്കിടയിൽ ഉണ്ടാക്കി. തൊട്ടടുത്ത ദിവസം അന്നത്തെ പീരുമേട് CI ആയിരുന്ന AC തമ്പാൻ്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം തങ്കമണിയിലെത്തി. വിഷയം വഷളാവുമെന്ന് കണ്ട അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തേക്കുമലയും അവിടുത്തെ വികാരിയായിരുന്ന ഫാദർ കോട്ടൂരും സമാധാന ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മുമ്പത്തെ പക മനസ്സിൽ വെച്ച് തങ്കമണിയിലെത്തിയ പോലീസിൻ്റെ ഉദ്ദേശം സമാധാന ചർച്ചകളോ ഈ പ്രശ്നം രമ്യമായി അവസാനിപ്പിക്കുകയോ ഒന്നുമായിരുന്നില്ല. ഏകദേശം 40ഓളം വാനുകളിലായി തങ്കമണി എന്ന കൊച്ചു ഗ്രാമത്തിലെത്തിയ പോലീസ് നാട്ടുകാരെ അതിക്രൂരമായി കൈകാര്യം ചെയ്തു. അന്നോളം സന്തോഷത്തിൻ്റെ ചിരിയൊച്ചകൾ കേട്ടിരുന്ന തങ്കമണിയിൽ അന്ന് വെടിയൊച്ചകൾ മുഴങ്ങി. പോലീസ് വെടിവെപ്പിൽ കോഴിമല അവറച്ച് എന്ന പ്രദേശവാസി തൽക്ഷണം മരിച്ചു. ഉടുമ്പുക്കൽ മാറ്റി എന്ന ആൾക്ക് ഇരുകാലുകളും നഷ്ടപ്പെട്ടു. എന്നിട്ടും കലിയടങ്ങാതിരുന്ന പോലീസ് മണിക്കൂറുകളോളം നേരം തുടർന്നു. വീടുകൾ കയറി ആക്രമിക്കുകയും പുരുഷന്മാരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്തു. ഈ അറസ്റ്റ് ചെയ്ത പുരുഷന്മാരെ കട്ടപ്പന സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. കട്ടപ്പന സ്റ്റേഷനിൽ വെച്ച് പോലീസിൻ്റെ 3ാം മുറയിൽ തങ്കമണിക്കർ ചോര തുപ്പി. തല്ലുകൊണ്ട് മരിച്ചു പോകുമോ എന്ന് പേടിച്ച് പലരും തോട്ടങ്ങളിലേക്ക് ഓടിയൊളിച്ചു. അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഒറ്റയ്ക്കായി ആ രാത്രിയിൽ പോലീസ് തങ്കമണി ഗ്രാമം വളഞ്ഞു. വീടുകളുടെ വാതിലുകൾ തകർത്ത് അകത്ത് കടന്ന് പോലീസ് സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു.
ആ നാട്ടിലെ പുരുഷന്മാരാൽ തങ്ങൾ കേൾക്കേണ്ടി വന്ന അഭിമാനക്ഷതത്തിന് പകരം വീട്ടാനെത്തിയ ആ പോലീസുകാർക്ക് മുന്നിൽ ഗർഭിണിയായ യുവതിയുടെ കരച്ചിലോ പ്രസവിച്ച് 3-4 ദിവസം മാത്രമായ ഒരമ്മയുടെ നിലവിളിയോ ഒന്നും ഒരു തടസ്സമേ ആയിരുന്നില്ല. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇ.കെ. നായനാർ നിയമസഭയിൽ പറഞ്ഞത് 42ഓളം സ്ത്രീകളുടെ പരാതി അദ്ദേഹത്തിന് തന്നെ ലഭിച്ചു എന്നാണ്. തങ്കമണിയിൽ ഏകദേശം എല്ലാ വീടുകളിലെയും സ്ത്രീകൾ ആ രാത്രി പോലീസിൻ്റെ ക്രൂരമായ പീഡനത്തിന് ഇരകളായിരുന്നു. എന്നാൽ അതിൽ പലരും നാണക്കേട് കാരണമോ പോലീസുകാർ വീണ്ടും ഉപദ്രവിക്കുമെന്ന് കരുതിയോ ഒന്നും പുറത്തു പറയാനോ പരാതിപ്പെടാനോ ഒന്നും തയ്യാറായില്ല. അതും അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലമായിരുന്നു അത്. കേരള ചരിത്രത്തിൽ തന്നെ പോലീസിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ കയറൂരി വിട്ടു എന്ന ആരോപണം ഏറ്റവും അധികം നേരിട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെയാണ് കെ. കരുണാകരൻ. 87 നിയമസഭാ തിരഞ്ഞെടുപ്പിന് 6 മാസം ബാക്കി നിൽക്കെയാണ് തങ്കമണിയിൽ ഈ പോലീസുകാരുടെ നരനായാട്ട് അരങ്ങേറുന്നത്. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കരുണാകരൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ 5 പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ നടപടിയെടുത്താണ് സർക്കാർ ഈ കോലാഹലങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും തടിയൂരുന്നത്. എന്നാൽ അന്നത്തെ ബസ് മുതലാളി ദേവസ്യ പിന്നീട് കുമളി ഗസ്റ്റ് ഹൗസിൽ ജോലിക്കാരനാവുകയും വിവാദമായ സൂര്യനെല്ലി കേസിൽ പ്രതിയാവുകയും ചെയ്തു. അങ്ങനെ 1987 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള UDF മുന്നണി നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി. അങ്ങനെ നായനാർ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ആ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ ആയുധവും തുറുപ്പുചീട്ടും ഒക്കെ തങ്കമണി സംഭവമായിരുന്നു. തങ്കമണി ഗ്രാമത്തെ പേരെടുത്തു ചൊല്ലുന്ന പ്രചരണ ഗാനങ്ങളും കവിതകളുമൊക്കെ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൻ്റെ തെരുവ് വീഥികളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു. തങ്കമണി സംഭവമാണ് കെ. കരുണാകരൻ്റെ തോൽവിക്ക് കാരണമായതെന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞു. എന്നാൽ അതല്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം തങ്കമണി എന്ന പ്രദേശത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞു. സംഭവം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുറം ഗ്രാമത്തിൽ നിന്ന് ആളുകൾ തങ്കമണിയിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാതെയായി. പിന്നീട് അവിടെ പിറന്നു വീണ ഓരോ കുഞ്ഞുങ്ങൾക്കും പോലീസ് ക്രൂരതയുടെ ബാക്കി പത്രം എന്ന ഭാരം തലയിൽ ചുമക്കേണ്ടി വന്നു. കേരളത്തിലെ ചരിത്രത്തിലെ പോലീസ് നരനായാട്ടിൻ്റെ മായത്ത ഏടായി ഇന്നും കണക്കാക്കപ്പെടുന്നത് തങ്കമണി സംഭവമാണ്.